സെപ്റ്റംബർ 9 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പുതിയ വാതിലുകൾ തുറക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി ബിഗ് ബുക്കിലെ വാഗ്ദാനങ്ങളെ അവസാന ഭാഗമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെത്തുമ്പോൾ മദ്യം മാറ്റി നിർത്തി പുതിയൊരു വഴിത്താരയിലൂടെ പോകുന്നു, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാകുന്നു എന്ന് മനസ്സിലാവുമ്പോൾ, പക്ഷെ കുറച്ച് കഴിഞ്ഞ് പഴയ സ്വഭാവ രീതി തുടരുകയും മദ്യം മാത്രം മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ പല കുഴപ്പങ്ങളും നമുക്ക് കടന്നു വരാനായിട്ട് തുടങ്ങും. അവിടെയാണ് എയുടെ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യകതയൊക്കെ എനിക്ക് കടന്നു വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ അവിടെ പഴയ ജീവിത രീതി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വഭാവം, കുടിക്കാതിരിക്കാൻ പണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കുടിക്കാതിരിക്കാൻ ആഗ്രഹം എത്രത്തോളം ഉണ്ടായിട്ടും മോശമായ അനുഭവങ്ങൾ കുടിയുടെ സമയത്തുണ്ടായിട്ടും കുടി കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും കുടി കടന്നു വരാനുള്ള കാരണം കുടിക്കാതിരിക്കുന്ന സമയത്തെ പ്രവർത്തികളാണ് എന്ന തിരിച്ചറിവ് വന്നു. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം സ്വാഭാവികമായ ആഗ്രഹങ്ങളുടെ നേർ വിപരീതം പോകാനാണ്. എല്ലാം എന്നെ കൊണ്ട് പറ്റും, എനിക്ക് എല്ലാത്തിനും ശക്തിയുണ്ട്, ഞാൻ അത്ര കുഴപ്പമുള്ള ആളല്ല എന്ന് കരുതുന്നിടത്താണ് ദുർബലനാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. മറ്റുള്ളവർ കേൾക്കേണ്ട കാര്യം കടന്നു വന്നു. ജീവിതത്തിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നുള്ള ബോധ്യമുണ്ടായി. അങ്ങനെ കരുതാൻ എളുപ്പമല്ല എന്നുള്ള ആ സമീപനം കടന്നു വന്നു. മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് മാറി എൻ്റെ തെറ്റുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടായി. പുതിയ രീതിയായിരുന്നു അത്. എപ്പോഴും എന്തിനും സാഹചര്യങ്ങളെ ആളുകളെയും കുറ്റം പറയുന്ന എനിക്ക് എൻ്റെ പാർട്ട് എന്താ, അതെങ്ങനെ ശരിയാക്കുക എന്നുള്ള തിരിച്ചറിവായി. ഇന്നേ വരെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു നടന്നിരുന്ന ഞാൻ എൻ്റെ കുറ്റവും തെറ്റും വേറൊരാളോട് ഏറ്റു പറയാനുള്ള തയ്യാറെടുപ്പ് വരികയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടെത്തിയിട്ടല്ല ഈ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ കാണുന്നതിന് കാരണമായ സ്വഭാവ ദൂഷ്യങ്ങളും അപാകതകളും എന്നെ ജീവിക്കുന്നതിൽ തടയുന്ന ആ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഞാൻ ദീർഘിപ്പിച്ച് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളുള്ള പരിഹാരത്തിൻ്റെ ഭാഗത്ത് അതിൻ്റെ പട്ടിക കൃത്യമായി പരിശോധിച്ച് വരുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ സാധ്യമല്ല എന്ന് കരുതിയിരുന്ന, ഒരിക്കലും ഞാൻ മിണ്ടില്ല എന്ന് പറയുന്ന ആളുകളുമായിട്ടാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. എന്ന് ആലോചിക്കണം. ഒരു കാരണവശാലും ഞാൻ അവന് ബാക്കി എന്ത് പറഞ്ഞാലും കാര്യമില്ല, അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അത്തരത്തിലേക്കുള്ളൊരു മാറ്റം എയുടെ പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കണം. കാരണം അങ്ങനെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ടപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തിട്ട് കാര്യം ഉണ്ടാവുന്നില്ല. അവിടെയാണ് എയുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണിത് നടക്കുന്നത്. നമുക്ക് സഫലമാകപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഴയ രീതിയിൽ കൊട്ടിയടച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ്? അപ്പോൾ ഏറാൻ മൂളികളാകാതെ, ആരെങ്കിലും പറയുമ്പോൾ ജയ് വിളിച്ചുകൊണ്ട് അവരുടെ അണികളായി നിൽക്കാതെ, ഏത് കാര്യമാണെങ്കിലും അത് കേട്ട് അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും എന്ന ബോധ്യം. അത് മനുഷ്യരുമായിട്ടുള്ള പ്രവർത്തനം. ഏടെ ആത്മീയതയൊക്കെ എനിക്ക് അങ്ങനെ വന്നു. അല്ലാണ്ട് ആരെന്തു പറഞ്ഞാലും അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്ന ആളുകളായിട്ടായിരുന്നില്ല. അതേപോലെ ഒരു പ്രയോജനവുമുള്ള ആളല്ല എന്ന സ്വയം സഹതാപ രീതികളിലോ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ധാരണയിലൊന്നല്ല. എന്നെ കൊണ്ട് കാര്യമുണ്ട് എന്നുള്ള കൃത്യമായ ഉപയോഗക്ഷമതയ്ക്കായിട്ട് ഞാൻ എങ്ങനെ നിൽക്കണമെന്ന ചിന്ത. അതോടൊപ്പം തന്നെ 9ാമത്തെ പടി തന്നതാണ് സാമാന്യമായ ബുദ്ധിയുള്ളവരായി മാറുക. സാമാന്യ ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ കൊണ്ടിരിക്കുന്നത്. ആ സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കുമ്പോഴും വിനയത്തിലേക്ക് വരാൻ, ഈ രീതിയിലൊക്കെ ആളുകൾ നമ്മളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ തുടങ്ങുമ്പോൾ പോലും ഒരു തരത്തിലും അഹങ്കാരമില്ലാതിരിക്കാൻ, ഞാനല്ല ഡയറക്ടർ എന്ന ബോധ്യത്തെ കൊണ്ടുവരാൻ ആ രീതിയിലുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം കാലിൽ നിൽക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ മുട്ടിലിഴയേണ്ടവരല്ല. 9ാമത്തെ പടി ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെയാണ്. ആ വാതിൽ തുറക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകുമ്പോഴാണ്, ഈ പറയുന്ന രീതിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാവുന്നത് ജീവിതത്തിൽ. നമുക്ക് ഏതൊരു സാഹചര്യവും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണ്ട് സാധിക്കാതിരുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആളോട് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നു, അവരോട് സംസാരിക്കാനും. ഉള്ളിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞ് കളഞ്ഞ് ചിലർ രോഗികളാക്കി മാറ്റി. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സാമാന്യ ബുദ്ധിയും നയപരമായ സമീപനവും കൊണ്ട് മറ്റുള്ള മനുഷ്യരോട് പരിഗണനയുള്ളവരായി മാറുക. നമുക്കത് പറ്റിയിട്ടില്ല.
മറ്റു മനുഷ്യർ അവരെന്ത് തെറ്റ് ചെയ്തോട്ടെ, പക്ഷെ അവരോട് പരിഗണനയുള്ളവരായിട്ട് ഞാൻ മാറേണ്ടതുണ്ട്. എന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട പ്രയോജനക്ഷമത എന്ന ആ വാക്യമൊക്കെ അത് പ്രായോഗികവും അയാളുടെ പ്രാർത്ഥനകൾ പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്ന മാർഗം ഇതെല്ലാം ഈ ഭാഗങ്ങളിലാണ്. അപ്പോൾ അവിടെ കൃത്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ ഒരു തരത്തിലും ആരുടെയും ഒരു ഏറാൻ മൂളിയല്ല ഞാനെന്ന ബോധ്യം, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കേണ്ട ആളാണ്, ആരുടെയും മുന്നിൽ മുട്ടിലിഴയേണ്ടവനല്ല എന്ന വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലോടുകൂടി അങ്ങനെ ആയിരിക്കണം ഓരോ ദിവസവും നിൽക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്കൊരു മിനിറ്റ് ഡേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.